So, hello students. So, this is your physics tutor, Isha Matra from Interval. ഓക്കെ സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ടാണ്. നിങ്ങൾക്ക് അറിയാം 2 വീക്സ് കഴിഞ്ഞാൽ ഫിസിക്സ് എക്സാം ആണ് വരുന്നത്. സോ അതിലോട്ട് എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കുകളുണ്ട്. ദാറ്റ് ഇസ് ഗോസസ് തിയറം ആൻഡ് ഡെറിവേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ആ ടോപ്പിക്സിനായിരിക്കും ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ സോ ആ ഒരു ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് സെഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ആ ഇലക്ട്രിക് ഡൈപോൾ കാരണം കൊണ്ടുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? എന്താ ഡൈപോൾ മൂവ്മെന്റ്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താ ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ശരിയല്ലേ? അതായത് ഒരേ രണ്ട് ചാർജസ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ 2a ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണെന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. എന്താ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. ചാർജ് ഒറ്റ ചാർജ് ഉണ്ടാവുള്ളൂ, സെയിം ചാർജ് ആണ്, ക്യൂ ആണ്. ഓക്കെ അപ്പോൾ ക്യൂ ഇൻറ്റു 2. ഇത് പഠിച്ചു വെച്ചോ, എന്തായാലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്തോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് വരുന്ന ഡെറിവേഷൻ ആണെന്തോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അതിൽ എന്തായാലും റിപ്പീറ്റഡ് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ്റെ കേസ്. ആക്സിൽ ചോദിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം. ഇക്വറ്റോറിയലാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇക്വറ്റോറിയൽ എന്തായാലും പഠിക്കണം, ആക്സിൽ അതിൻ്റെ കൂടെ തന്നെ പഠിക്കാം. സെയിം ടോപ്പിക്കാണ്, PCA പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പോൾ എന്താ ഇത് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ ഇത് പഠിച്ചിട്ട് എന്താ പാടുള്ളൂ, എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ സോ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. സോ ഫസ്റ്റ് കൺസിഡറേഷൻ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ കാണാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഓക്കെ സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡൈപോൾ കാണിക്കുന്നു. ഓക്കെ സോ ഡൈപോൾ കാണിക്കുന്നു പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. എന്തായിരിക്കും ഡിസ്റ്റൻസ് 2a ഡിസ്റ്റൻസ് കൊണ്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് 2a ഡിസ്റ്റൻസ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദ ഡെറിവേഷൻ. നമ്മൾ അതിനെ പകുതിയാക്കുന്ന സമയത്ത് ഈക്വൽ ചാർജസ് ആണല്ലോ. അപ്പോൾ പകുതിയാക്കുന്ന സമയത്ത് ഹാഫ് ഡിസ്റ്റൻസ് എന്തായിരിക്കും a എന്ന് പറയാം, ഹാഫ് ഡിസ്റ്റൻസ് എന്തായിരിക്കും a എന്ന് പറയാം. ഓക്കെ സോ അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത് ഒരേപോലെ കൊടുക്കുന്നത്. ഓക്കെ സോ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് ഞാൻ P മാർക്ക് ചെയ്യുവാണ്. സോ ആ പോയിന്റ് Pയിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഉദ്ദേശിച്ചത് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നോക്കിയേ, ഈ പോസിറ്റീവ് ചാർജ് കാരണം ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് കാരണം ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ശരിയാണ്, പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവും. ഓക്കെ ആൻഡ് വാട്ട് വിൽ ഹാപ്പൻസ്, അതിൻ്റെ സം ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ ആയിരിക്കും എന്താ പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ശരിയാണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ട് കോൺസെപ്റ്റ്? ഓക്കെ സോ അതാണ് എന്ത് അടുത്തൊരു ഇതിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ സോ നമുക്ക് ആ ഒരു ഇക്വേഷനിലോട്ട് അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് at point P is equal to electric field due to the positive charge and മൈനസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ നെഗറ്റീവ് ചാർജ്. അതെന്താണ് നമ്മൾ മൈനസ് കാണിക്കുന്നത്? ആ പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോയിന്റ് Pയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൈനസ് ടോട്ടലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവും, പ്ലസ് അല്ലേ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ അപ്പോൾ ആ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്, അവിടെ ആക്ച്വലി പ്ലസ് തന്നെയാണ്, പക്ഷേ ആ ഒരു ഡയറക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് അവിടെ വരുന്നത്. ഓക്കെ സോ വാട്ട് ഹാപ്പൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്താണ്? ആ ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യാനാണ്. ഓക്കെ സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു പോർഷനിൽ കാണിക്കാം. ഓക്കെ സോ ഇവിടെ നോക്കി ആ ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ പോയിന്റ് Pയിലോട്ട് നോക്കി ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുവാണ്, ആ പോയിന്റ് Pയിലോട്ട് R എന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ ആ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുവാണ്, അതിലോട്ട് പോയിന്റ് Pയിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് Pയിലോട്ട് R എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ സോ ഞാൻ നോക്കി ഈ പ്ലസ് ചാർജ് കാരണം പോയിന്റ് Pയിലോട്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? R മൈനസ് A ആയിരിക്കും. ഓക്കെ ആ നെഗറ്റീവ് ചാർജ് ടു പോയിന്റ് Pയിലോട്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? R പ്ലസ് A ആയിരിക്കും. ഓക്കെ സോ ഇതാണ് ഡിസ്റ്റൻസ് കൺസിഡറേഷൻ. ഇനി നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജും പറയാം, നെഗറ്റീവ് ചാർജും പറയാം. ഓക്കെ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ് അത് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു KQ/R². K എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, 1/4πε0 ആണ്. ഓക്കെ സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ സോ നമ്മൾ ഇതിലോട്ട് വരുവാണ് അടുത്ത കൺസിഡറേഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് പറയാം? യെസ് ഇലക്ട്രിക് ഫീൽഡ് ടു പോയിന്റ് P ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? അവരുടെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഞാൻ ആ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് ഞാൻ ഇവിടെ ഇക്വേഷൻ ചെയ്തുമാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും?
കെ ക്യൂ ബൈ എന്തായിരുന്നു പോസിറ്റീവ് ചാർജിൻ്റെ കേസ് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. ശരിയാണോ? മൈനസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എന്തായിരുന്നു കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് ആർ പ്ലസ് എ ആണ് ഡിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ. ശരിയാണോ? ശരിയാണോ? ഞാൻ ആക്ച്വലി കെ 1/4 എടുക്കേണ്ടത് അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കാം. അത് പിന്നെ അതിങ്ങനെ സ്റ്റെപ്പ് കൂടി വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കെ ആൻറ്റി കൊടുത്തത്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് 1/4 ആണ്. അത് മറക്കണ്ട. ആ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് പി എന്നുള്ളത് കെ ക്യൂ ബൈ ആർ 1 മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് കെ ക്യൂ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, അവിടെ കെ ക്യൂ എന്ന് പറയുന്നത് കോമൺ ആണ്. കെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആണ്. ശരിയാണോ? കെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിയാണോ? അപ്പോൾ ഞാൻ കേക്ക് കോമൺ ആക്കി എടുക്കുന്നു. സോ 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാൻ അവരെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാമെന്നാണ് അടുത്ത കോൺസെപ്റ്റ്. അപ്പോൾ 1 ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഞാൻ അതേപോലെ ഇവിടെ എഴുതുന്നു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ അവരെ സ്ക്വയർ എന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദിസ് ഈസ് ലൈക്ക് എ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി സ്ക്വയർ. ഇറ്റ് വിൽ ബി a minus a square minus b square all raised to square. Okay, so r square minus a square all square. ഇതായിരിക്കും അവിടുത്തെ ഒരു കൺസിഡറേഷൻ. ഓക്കെ, സോ ഇനി എന്തായിരിക്കും? നിങ്ങൾ ആ ഒരു ആർ പ്ലസ് ഇ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar എന്ന് കിട്ടും. ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ar എന്ന് കിട്ടും. ഓക്കെ, സോ അതാണെന്ത് അടുത്തൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദാറ്റ് ടോപ്പിക്. എന്താണ് അവിടെ കേക്ക് കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. സോ ഇനി അവരെ ഓപ്പൺ ചെയ്യുവാണ്. ന്യൂമറേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar അല്ലേ. ദെൻ അതിന് ഇൻബിറ്റ്വീൻ ആരുണ്ട്? മൈനസ് ഉണ്ട്. ദെൻ വീണ്ടും ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ar. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നെഗറ്റീവ് ഉള്ളിലോട്ട് കൊടുത്തു നോക്കിയാൽ നെഗറ്റീവ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഐ മൈനസ് ആർ സ്ക്വയർ ആയിട്ട് മാറും. ദെൻ മൈനസ് എ സ്ക്വയർ ആയിട്ട് മാറും. മൈനസ് ഇൻറ്റു മൈനസ് 2ar എന്തായിട്ട് മാറും? പ്ലസ് 2ar ആയിട്ട് മാറും. ഓക്കെ, സോ കെ ക്യൂ ഇൻറ്റു വാട്ട് വിൽ ഹാപ്പൻസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar ആൻഡ് ഹിയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ar ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കി പോസിറ്റീവ് ആർ സ്ക്വയർ ഉണ്ടോ? മൈനസ് ആർ സ്ക്വയർ ഉണ്ടോ? ക്യാൻസൽ. ഓക്കെ, ആൻഡ് പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ. സോ 2arഉം 2arഉം കൂടെ കൂടിയിട്ട് 4ar എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഗോട്ട്. ഇവിടെ കെ ക്യൂ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പോയിന്റ് പിയിലെ ലാസ്റ്റ് പെരിക്യൂഷൻ കിട്ടിയത്. ഇനി നമ്മളിതിൽ കുറച്ച് കൺസിഡറേഷൻ കൊടുക്കുവാണ്. എന്ത് കൺസിഡറേഷൻ ആണ്? നമുക്കറിയാം ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയപ്പോളിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്. ആർ എന്ന് പറഞ്ഞാലോ അത് ഡയപ്പോളിന്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റിലോട്ട് ഡിസ്റ്റൻസ് ആണ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഏതായിരിക്കും ഗ്രേറ്റർ? നമ്മളൊന്ന് പറഞ്ഞു എ അല്ലേ സ്മോള്, ആർ അല്ലേ ഗ്രേറ്റർ? അപ്പോൾ എന്ത് പറയാം? എ ഈസ് വെരി സ്മോളർ ദാൻ ആർ എന്ന് പറയാം. വിച്ച് മീൻസ് ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എന്ന് പറയാം. അപ്പോൾ എ വളരെ നെഗ്ലിജിബിളാണ്. ഡയപ്പോളിന്റെ പകുതി ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നെഗ്ലിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇക്വേഷനിലോട്ട് നമ്മൾ ചെറിയ ആൾ സ്ക്വയർ ചെയ്താൽ അത് വീണ്ടും ചെറുതാവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ എ സ്ക്വയർ കാര്യം ഇവിടെ നെഗ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വിച്ച് മീൻസ് ആർ റേസ് ടു 4 സ്ക്വയറും കൂടെ ആഡ് ആവും 2. ഓക്കെ, സോ ആർ റേസ് ടു 4. ന്യൂമറേറ്ററിൽ ആരുണ്ട്? കെ ക്യൂ ഇൻറ്റു 4ar ഉണ്ട്. ഓക്കെ, സോ മുകളിലത്തെ ആ ആറും ഈ ആർ റേസ് 2ൻ്റെ 4ഉം ഒന്നും ക്യാൻസൽ ആയിപ്പോയിട്ട് എന്ത് ബാക്കിയുണ്ടാവും? ഓക്കെ, സോ നമ്മൾ എന്ത് സംഭവിക്കും? താഴെ ആർ ക്യൂബിൽ നിന്ന് 6 പോവും, ആർ റേസ് ടു 4 6 പോവും, മുകളിൽ നിന്ന് 6 കൂടി ക്യാൻസൽ ആയിട്ട് ബാക്കി എത്ര വരും? കെ ക്യൂ 4a ബൈ ആർ ക്യൂബ് എന്ന് കിട്ടി. ശരിയാണോ? ഞാൻ 4ന് എന്ത് ചെയ്യുവാണ്? 2 × 2 എന്ന രീതിയിലോട്ട് എഴുതുവാണ്. സോ കെ ക്യൂ 2 × 2a ബൈ ആർ ക്യൂബ്. ഇനി നോക്കി ഈ 2a q എന്ന് പറഞ്ഞാൽ എന്താണ്? പി അല്ലേ? സോ വാട്ട് വിൽ ഹാപ്പൻസ്? 2kp ബൈ ആർ ക്യൂബ് എന്ന് കിട്ടും. സോ ഇതാണ് എന്താ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദ ആക്സിൽ. ഓക്കെ, ഇക്വേഷൻ ആണ് ഇവിടെ വരുന്ന ഡെറിവേഷൻ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. യെസ്, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്തായിരിക്കും? 2 ചാർജും കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ശരിയാണോ? അപ്പോൾ
E at point P is equal to E due to plus Q ചാർജ് കൂടെ ആരും കൂടെ കൊടുക്കണം കോസ് നമ്മളൊരു സൈൻ ഒരു തീറ്റ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ഇ ക്യൂ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് കോസ് തീറ്റ എന്ന് കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ കോസ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കൺസിഡർ തീറ്റ ബിക്കോസ് ഇറ്റ്സ് മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് വാട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഈ പറയുന്ന ഡയപ്പോളും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ചാർജ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോസ് തീറ്റ അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ കൺസിഡറേഷൻ പറയാം, രണ്ട് പ്രാവശ്യം ചെയ്യുന്ന പോലെ അല്ലേ, 2 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിമിനെ കിട്ടുക, കാരണം രണ്ടും സെയിം ആണ്. ഓക്കെ ആണല്ലോ. എന്താ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രാങ്കിലോട്ട് വരാം. എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്സ് പഠിക്കുന്ന പിള്ളേർക്ക് അറിയുന്നുണ്ടാവും. എന്താ കോസ്റ്റ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസെന്റ് അര തീറ്റ ഏതാണ്, ഇത് രണ്ടും തീറ്റയാണ്, ഇതും തീറ്റയാണ്. ഓക്കെ, അപ്പോൾ തീറ്റയ്ക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആരാണ്, ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അത് എ ആയിരിക്കും അല്ലേ. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഇറ്റ് വിൽ ബി ആൾസോ സെയിം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ആക്ച്വലി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ടു ഹാഫ് പറയുന്ന പോലെയാണ്. അപ്പോൾ എന്ത് പറയാം, എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ് എന്ന് പറയാം. റൂട്ടും റേസ് ടു ഹാഫ് എന്ന് പറയുന്നത് സെയിം ആണ്, അത് കൺഫ്യൂഷൻ ആവേണ്ട. ഓക്കെ, അപ്പോൾ റൂട്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ വേണ്ടി ഹാഫ് എന്ന് കൊടുത്തു. ഓക്കെ, അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്തായിരുന്നു, ഡിസ്റ്റൻസ് എന്താണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം. സോ 2 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എന്താണ്, ദാറ്റ് ഈസ് കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ നോക്കി, ആ സ്ക്വയറും റൂട്ടൂടെ ക്യാൻസൽ ആയിപ്പോവും, ശരിയാണോ. ദെൻ ഇവിടെ കോസ്റ്റിറ്റ കൊടുക്കണം. കോസ്റ്റിറ്റ എന്താണ്, എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു ഹാഫ്. ശരിയല്ലേ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻസ്, അവിടെ ഈ ഒരു സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ടുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻസ്, 2 ഇൻറ്റു കെ ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ്. ഇവിടെ നോക്കി ഡിനോമിനേറ്ററിലോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇവിടെയുണ്ട്. സോ ദിസ് ഈസ് റേസ് ടു 1 നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആ, പവർ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ, ശരിയാണോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പവർ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻസ്, നോക്കി എന്തായിരിക്കും സംഭവിക്കും, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഒരു ആളുകൾ സെയിം ആയി കഴിഞ്ഞാൽ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1 പ്ലസ് 1/2 എത്രയാ, ഒന്നും അറിയാം എത്രയാ, 1.5. ഇൻ ടേംസ് ഓഫ് ഫ്രാക്ഷൻ ദാറ്റ് ഈസ് 3/2. ഓക്കെ, മുകളിൽ എന്തായിരിക്കും സംഭവിക്കുക, 2kq ആൻഡ് ഇ ക്യൂ. ഇനി നോക്കി ഡയപ്പോളിൻ്റെ ഒരു കൺസിഡറേഷൻ വന്നിട്ടുണ്ട്. നോക്കി q ഇൻറ്റു 2 ഇൻറ്റു എ, എന്താണത്, പി ഈസ് ഈക്വൽ ടു q ഇൻറ്റു 2a അറിയാലോ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻസ്, ഇക്വേഷൻ വിൽ ബി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയപ്പോൾ കെ പി ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസിഡറേഷൻ ഇവിടെ പറയണം. എന്താണ്, എ എന്ന് പറയുന്നത് വളരെ എന്താണ്, സ്മോളർ ആണ് കമ്പയർഡ് ടു ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി ഡയപോൾ ടു ദ കൺസിഡേർഡ് പോയിന്റ് ആൻഡ് എ ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഹാഫ് ഡിസ്റ്റൻസ് ഓഫ് എ ഡയപോൾ, ശരിയല്ലേ. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ആർ സ്ക്വയർ, അതിൻ്റെ റേസ് ടു 3/2. സംതിങ് റേസ് ടു സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 2 ഇൻറ്റു 3/2 എത്രയാ, 2 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് 6/2, ശരിയല്ലേ. 6/2 എന്നാൽ 3. അപ്പോൾ എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കൊടുക്കാം, ആർ എന്ത് കൊടുക്കാം, 3 ഇൻറ്റു 2. അപ്പോൾ എന്തായിട്ട് മാറി, 3/2 ഇൻറ്റു 2 6/2 ആർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഇസ് ഈക്വൽ ടു കെ പി ബൈ ആർ ക്യൂബ് എന്ന് കിട്ടി. ഈ ഇക്വേഷൻ എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. സോ ഇതാണ് എന്തോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഫോർ ദ ഡയപോൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ആക്സിയലും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വറ്റോറിയം കൂടെ കമ്പയർ ചെയ്യാം. നമ്മൾ ആക്സിൽ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിൽ എന്തായിരുന്നു പറഞ്ഞ് 2kp ബൈ
r3. ഇപ്പോൾ എന്താ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വിറ്റോറിയൽ കേസ് ഫോർ ദ ഇലക്ട്രിക് ഡയപോൾ kp/r3. ഒന്ന് കമ്പയർ ചെയ്ത് രണ്ട് ഇക്വേഷൻ ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് പറയാം കമ്പയർ ചെയ്തിട്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വിറ്റോറിയൽ. റിലേഷൻ പഠിച്ചു വെച്ചോ, ചിലപ്പോൾ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഇതിന് ചോദിക്കാം. ഓക്കെ, സോ ഒരു കമ്പാരിസൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വറ്റോറിയൽ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ യു ഷുഡ് സ്റ്റഡി ദിസ് വൺ ബിഫോർ ഗോയിങ് ടു ദി എക്സാം. ഓക്കെ, എക്സാമിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡയപോൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഗോസസ് തിയറം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പിന്നീട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഗോസസ് തിയറം അല്ലെങ്കിൽ ഗോസസ് ലോ എന്ന് പറയും. ഈ ചാപ്റ്ററുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഗോസസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് 3 വരുന്നുണ്ട് അല്ലേ? ചാർജ്ഡ് വയർ ഉണ്ട്, പ്ലെയിൻ ഷീറ്റ് ഉണ്ട്, അതേപോലെ ഷെല്ലും വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് അറിയോ? ചാർജ്ഡ് വയറാണ്. അതും വളരെ ഈസി ടോപ്പിക്കാണ്. അപ്പോൾ ഗോസസ് തിയറം പഠിക്കാം, ചാർജ്ഡ് വയറും പഠിക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തായാലും പഠിക്കണം. അതിന് കൂടെ തന്നെ എന്തുകൊണ്ട് പഠിക്കാം? പ്ലെയിൻ ഷീറ്റും പഠിക്കണം, ഷെല്ലും പഠിക്കാം. അത് ഈസിയാണ്. ഓക്കെ, പക്ഷെ എന്തായാലും പഠിക്കേണ്ടത്, എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ചാർജ്ഡ് വയർ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഗോസസിൽ 3 ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് അവിടെ സേഫ് ആക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഗോസസ് ലോ നോക്കാം. സോ ഗോസസ് ലോ അറിയണമെങ്കിൽ അവിടെ എന്തിനെ കുറിച്ച് അറിയണം? ഫ്ലക്സിനെ കുറിച്ച് അറിയണം. എന്താണ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർഫസിലൂടെ ഒരുപാട് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകും. ഓക്കെ, സോ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഏരിയ ആണ് എന്തോ ആ ഒരു സർഫസ്, ആ ഒരു ഒബ്ജക്റ്റിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോസസ് ലോ? എന്തിനാണ് ഗോസസ് ലോ കൊണ്ടുവന്നത്? ഗോസസ് എന്ന് പറയുമ്പോൾ സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ലോ ആണ് എന്ത്? ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് എന്ന് പറയാം. ഓക്കെ, അവിടെ കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് 1/ε ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് എന്ന് പറയാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ്. അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് 1/ε എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? charge enclosed by the surface times the epsilon 1/epsilon times is equal to electric flux. അപ്പോൾ അതിലോട്ടും ആ ഡെഫിനിഷൻ പറയും. നിങ്ങൾ എങ്ങനെയാണോ അത് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ഫ്ലക്സിന്റെ ഡെഫിനിഷൻ അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫേസ് വിൽ ബി ഈക്വൽ ടു 1/epsilon times charge enclosed by the surface. അപ്പോൾ ഇക്വേഷൻ തന്നെയാണ് എന്ത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞ്, ഗോസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫേസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഓപ്പൺ സർഫസ് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റൂല? ഗോസസ് ലോ കൺസിഡർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ സർഫസ് ക്ലോസ്ഡ് ആയ സർഫസിന് മാത്രമേ എന്തുള്ളൂ? ഗോസസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ക്ലോസ് സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ ഏരിയ, അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിന് ഈക്വൽ ആണ്? 1/epsilon ടൈംസ് എന്തിന് ഈക്വൽ ആണ്? ചാർജിന് ഈക്വൽ ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ എന്തുമായി? ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും അതായി. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ പറയാം. മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സർഫസ് ഏരിയ, അല്ലെങ്കിൽ എസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് ചേഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ചെറിയ ഫ്ലക്സ് ആയതുകൊണ്ട് ഞാൻ ഇന്റഗ്രേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ, അതുകൊണ്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, എസ് തന്നെയാണ് ഡി എസ് സ്മോൾ സർഫസ് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഡി എസ് കൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഫ്ലക്സിന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 1/epsilon ടൈംസ് ചാർജ്, അങ്ങനെ q/epsilon എന്ന് പഠിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds. ഓക്കെ, സോ ഇതാണ് ഗോസസ് ലോ. അതേപോലെ തന്നെ ഗോസസ് ലോ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ നമ്മളവിടെ ഗോസിയൻ സർഫസ് ആവണം. ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഇതാണ് ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ് ദ ലോ എന്നൊക്കെ ചോദിക്കുള്ളൂ തിയറത്തിന്റെ കേസിൽ. ഓക്കെ, പിന്നെ അത് ബേസിൽ എന്ത് ചോദിക്കും? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് derive the expression, give the expression, reduce the expression എന്ന് പറഞ്ഞിട്ട് അതിന് ആപ്ലിക്കേഷൻ അതിന് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടത് ചാർജ്ഡ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് വയർ. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് പോകാം. ചാർജ്ഡ് വയറുടെ കേസിലോട്ട് പോകാം. യെസ്, സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൂടിയാണത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് വയർ. ഓക്കെ, ടു ചാർജ്ഡ് വയർ, ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് വയർ എന്നൊക്കെ പറയും. ഓക്കെ, ഇൻഫിനിറ്റി ആണ്, എന്നാൽ നമ്മൾ ആ ചെറിയ പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചാർജ്ഡ് വയർ എന്ന് കാണിക്കുന്നു. ഓക്കെ, അതുതന്നെയാണ് എന്തുതന്നെയാണോ ആ നെയിം ഇൻഫിനിറ്റി കൂടെ വരും. ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് വയർ എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചാർജ് എടുക്കുന്നുണ്ടാവുക? നമ്മൾ എൻസൈഡ് കൊടുത്താൽ നമ്മൾ എടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
അതൊരു ഇൻഫിനിറ്റി ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മുകളിലോട്ടും പോകുന്നുണ്ട് താഴോട്ടും പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ പോർഷൻ മാത്രമാണ് വരച്ചത്. അപ്പോൾ ഇതൊരു വയറാണ്, ഒരു സ്ട്രെയിറ്റ് വയറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഗോസിൻ സർഫസ് നമ്മൾ വരയ്ക്കുക അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടായിരിക്കും. ഇപ്പോൾ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കി, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പായിട്ട് വരും. ഓക്കെ, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും എന്താ ഇതിൻ്റെ ഗോസിൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ചാർജ്ഡ് വയറിൽ നിന്ന് ആ ഒരു കൺസിഡർ ചെയ്ത സർഫസിലുള്ള ഡിസ്റ്റൻസ്, ഗോസിൻ സർഫസ് ഡിസ്റ്റൻസ് ഞാൻ 6 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതോ, ഗോസിൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇമാജിനറി സർഫസ് ആണ്. ആ സർഫസിലെ പോയിന്റ് പിയിൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? ആര് കാരണം? ആ ചാർജ്ഡ് വയർ കാരണം. അപ്പോൾ ആ ചാർജ്ഡ് വയർ കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിൻ സർഫസിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചാർജ്ഡ് വയറിൻ്റെ ലെങ്ത് L ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ കൺസിഡറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇങ്ങനെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ചെയ്യുക, ഗോസസിൻ്റെ ലോ കൊടുക്കുക, ആ ഒരു ഇക്വേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്താ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സർഫസ്, അത് ഞാൻ കൊടുക്കുന്നു ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് സിലിണ്ടറിക്കലിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്? ഇവിടുത്തെ കേസിൽ ആ ഒരു സർക്കംഫറൻസ് ഇൻറ്റു ആ സിലിണ്ടറിക്കലിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്, ലെങ്ത് L ആണ്, സർഫസ് ഏരിയ വിൽ ബി 2πrL എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ, ഇത് എന്താക്കി എടുക്കുക, ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, ഗോസസിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. എന്താണ് ഗോസസിൻ്റെ ഇക്വേഷൻ? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ നോട്ട്, ഗോസസിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, ആ Q നമുക്ക് ജസ്റ്റ് റിപ്ലേസ് ചെയ്യണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. നമുക്ക് ഒരുപാട് ചാർജ് ഡെൻസിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ട്, സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്, വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു ലെങ്ത് ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി കൊടുക്കാം. ദാറ്റ് ഈസ് ലാംഡ. എന്താ നമ്മൾ പഠിച്ചത്? അതോ ലാംഡ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ, എന്ത് പറയാം, ലാംഡ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ലെങ്ത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ചാർജിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ L സൈഡിലോട്ട് പോകും അല്ലേ, അപ്പോൾ ലാംഡ ഇൻറ്റു L ആയിട്ട് മാറും. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുക്കുക, ഈ ഗോസസിലോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗോസസിൽ എന്തായിട്ട് മാറും, ഗോസസിൽ എന്തായിട്ട് മാറും, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂവിന് പകരം ആര് വന്നു, ലാംഡ ഇൻറ്റു L വന്നല്ലോ, ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു L, താഴെ ആരുണ്ട്, എപ്സിലോൺ നോട്ട് ഉണ്ട്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ദാറ്റ് ഈസ് എന്തായിരുന്നു, ആ ഒരു ഏരിയ സർഫസ് ഏരിയ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഏരിയ, ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇക്വേഷൻ നമ്പർ 2 ഗോസസിലും നമ്മൾ ഇത് രണ്ടും കൂടെ എന്ത് കമ്പയർ ചെയ്യുക. കാരണം എന്താണ്, രണ്ടും ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, ഫ്ലക്സ് ഈക്വൽ ടു എന്ത് കിട്ടിയിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു 2πrL എന്ന് കിട്ടി, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ ഇപ്പോൾ എന്ത് കിട്ടി, ലാംഡ L ബൈ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും ഫ്ലക്സിൻ്റെ ഇക്വേഷനല്ലേ, രണ്ടും കമ്പയർ ചെയ്തൂടെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു 2πrL ഇസ് ഈക്വൽ ടു ലാംഡ L ബൈ എപ്സിലോൺ നോട്ട് എന്ന് കൊടുക്കാം. ശരിയാണോ? സോ നോക്കി, രണ്ട് സൈഡിലും എന്തുണ്ട്, ലെങ്ത് ഉണ്ട്. അവർ ക്യാൻസൽ ആയി പോകും. അപ്പം എന്ത് സംഭവിക്കും ഇക്വേഷനിൽ, electric field into 2πr is equal to lambda by epsilon naught. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, ലാംഡ ബൈ 2πr epsilon naught. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് വയർ. ഇത് നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ നടക്കും. ഇത് കാണുമ്പോൾ തന്നെ എന്തൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, താഴെയും മുകൾ ഒരേപോലെ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. താഴെയുള്ള 2 എന്ത് ചെയ്യുക, 2ന് കൊടുക്കുക. അപ്പോൾ 2 2 എന്തായിട്ട് മാറും, 4 ആയിട്ട് മാറും. ശരിയാണോ? ഇവിടെ മുകളിൽ 2 ലാംഡ എന്നായിട്ടുണ്ട്, താഴെ 2 2 4 ആവും. 4πr എപ്സിലോൺ നോട്ട്, അല്ലെങ്കിൽ എന്താദ്യം കൊടുക്കുക, 4π എപ്സിലോൺ നോട്ട് കൊടുത്തിട്ട് then r കൊടുക്കാം. 4π എപ്സിലോൺ നോട്ട് r. ഇനി നോക്കി, 1/4π എപ്സിലോൺ നോട്ട് ആയില്ലേ, അതെന്താ അത് k അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഞാനത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇക്വേഷൻ എന്തായിട്ട് എഴുതാം, സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 2k ലാംഡ ബൈ r എന്ന് എഴുതാം. ഈസി ആയില്ലേ. ആ കേൻ്റെ വാല്യൂ എന്താണ്, 1/4π എപ്സിലോൺ നോട്ട് ആണ്. ഓക്കെ, അത് പിന്നെ നിങ്ങൾ കൊടുത്താൽ മതി. എന്നാൽ ഇക്വേഷൻ ഇതിലോട്ട് എത്തും, നേരത്തെ കിട്ടിയിട്ടില്ല, ഇതിലോട്ട് എത്തും, ലാംഡ ബൈ 2πr എപ്സിലോണിലോട്ട് എത്തും. 4 ക്യാൻസൽ ആയിട്ട് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി എന്താണ്, 2k ലാംഡ ബൈ r എന്ന ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഓക്കെ, സോ ആ ഇക്വേഷൻ പഠിച്ചു വെക്കലാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് വളരെ ഈസിയാണ്, ജസ്റ്റ് 2k ലാംഡ ബൈ r അത്രയേ ഉള്ളൂ.
ഓക്കെ. പിന്നെ ആ കെയുടെ വാല്യൂ എന്താണ് 1/4πε0 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് പിന്നെ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തത്, ഇത് സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ചാർജ്ഡ് വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്പെഷ്യലി ഓൺ ദി ക്രിസ്മസ് പേപ്പേഴ്സിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചാർജ്ഡ് വയറിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, യെസ്.